സാധാരണ ഒരു മനുഷ്യന് ഒരു സമ്മാനം, ചെറിയൊരു സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞു, നീ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മല്ലൻ അന്നേരം കരുതി ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും, ആ സാധാരണ മനുഷ്യൻ കരുതിയെങ്കിലും പിന്നീട് ചിന്തിച്ചു, ഞാൻ കൊടുക്കത്തില്ല ആർക്കും. അത് കഴിഞ്ഞ് എന്നൊരു സ്കൂൾ കുട്ടി, ബാഗിൽ നോക്കി ഒരു സ്കൂൾ കുട്ടി മറിയാമ്മ വന്നത്. അത് കഴിഞ്ഞപ്പോൾ കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഒരു പിച്ചക്കാരി വന്നത്. പിന്നെ വന്നത് ഓരോ പ്രാവശ്യം കൊടുക്കാതെ ഇരുന്നപ്പോൾ ഇത് ആ സമ്മാനം ചുരുങ്ങി വന്നു, ചെറുതായി വന്നു. ലാസ്റ്റില് മല്ലൻ വന്നപ്പോഴത്തേന് കൊടുക്കാഞ്ഞത് കൊണ്ട് കയ്യിലുള്ള ഷൈനി കൊടുത്തത് ഇത്രയും വലിയ ഒരു സമ്മാനമായിരുന്നു. പക്ഷെ മല്ലൻ വന്നപ്പോഴത്തേന് കയ്യിൽ ഒതുങ്ങുന്നതേ ഉള്ളായിരുന്നു. എന്നിട്ട് ഷൈനി വന്നപ്പോൾ അതെടുത്ത്, ഷൈനി പറഞ്ഞിട്ടല്ലേ പോയത്, ദിവ്യൻ പറഞ്ഞിട്ടല്ലേ പോയത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന്. അപ്പൊ ദിവ്യനെ കണ്ടപ്പം സാധാരണ മനുഷ്യന് പറ്റിയില്ല, ഇവിടെ വായിലിട്ടു. അപ്പം ദിവ്യൻ കണ്ടു വായിക്കകത്ത് കിടക്കുന്നു. ദിവ്യൻ ഇപ്പുറത്ത് പോയപ്പോൾ ഇപ്പുറത്ത് വന്നു. ഏറ്റവും ദിവ്യൻ തട്ടിയപ്പം ദിവ്യന്റെ കയ്യിൽ വന്ന് വീണു. എന്നിട്ട് പറഞ്ഞു, ഇനി എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്തപ്പോഴാണ് സ്കൂൾ കുട്ടി വന്നത്. അപ്പം ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ വലുതായി. അടുത്തത് പിച്ചക്കാരി വന്നു, അതിലും വലുതായി. മല്ലൻ വന്നു, അതിലും വലുതായി. വലുതായപ്പോഴത്തേന് കൈ നിൽക്കത്തില്ല, താഴെ വെച്ചു. അപ്പം മല്ലന്റെ കയ്യില് കത്തിയുണ്ട്. കത്തി വെച്ച് രണ്ടുപേരൂടെ മുറിച്ച് സാജൻ കൊണ്ടുവന്നു. ബാക്കി വന്നപ്പം ഇനിയുള്ളത് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യുന്നു. വെരി ഗുഡ്. കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളിൽ ദേവദാസിയെ, മറക്കൂ മറക്കൂ. ആയിരമായിരമന്തപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നിങ്ങളൊരിക്കൽ ചൂടിയ വിഞ്ഞൊരു, നിങ്ങളൊരിക്കൽ ചൂടിയ വിഞ്ഞൊരു നിശഗന്ധിയാണോ ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളിൽ ദേവദാസിയെ, മറക്കൂ മറക്കൂ. കർപ്പൂരനാളമായി നിങ്ങൾ തൻ മുൻപിൽ കത്തിയെരിഞ്ഞവൾ ഞാൻ, ഒരു നാൾ കത്തിയെരിഞ്ഞവൾ ഞാൻ. കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരാ, കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരാ, കാൽക്കൽ വീണവൾ ഞാൻ. ഓ, കാൽക്കൽ വീണവൾ ഞാൻ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ മറക്കൂ നിങ്ങളിൽ ദേവദാസിയെ, മറക്കൂ മറക്കൂ. चुनरी तेरी आए हाय चुनरी
അപ്പൊ പുരുഷന്മാരെ അല്ലാനാ പറഞ്ഞേ, ഞാനല്ല. എന്നിട്ട് ഇവിടെ സാരി വെക്കും. സാരി ഓരോരുത്തർക്കും ഒരു സാരി വെച്ച് സാരി ഉടുക്കുക. എന്റെ അമ്മോ. എന്നിട്ട് ഉടുത്തിട്ട് എല്ലാവരും നിരന്ന് നിൽക്കുക. എന്നിട്ട് ക്യാറ്റ് വാക്ക് ഉണ്ടോ? ഇവിടെ വരെ ഈ ലൈൻ വരെ വരിക. എന്നിട്ട് തിരികെ പോവാം. പക്ഷെ അല്ല. എല്ലാവരും ഉടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് ആരാന്ന് കണ്ടെത്തിയതിന് ശേഷമേ ഒന്നിച്ച് മുമ്പോട്ട് നടക്കാവൂ. എന്നാലേ അതിന്റെ ഭംഗിയുള്ളൂ. പിന്നെ ഞങ്ങള് 40-45 വർഷം കൊണ്ട് ഞങ്ങൾ സാരി ഉടുക്കുക. അപ്പൊ നിങ്ങള് ഒന്ന് നോക്കുക, ഒരു ട്രൈ. ഇത് ശൈലയുടെ ഐഡിയ. ശൈലയാണ് ഐഡിയ. ഇപ്പഴേ തുടങ്ങരുത്. എല്ലാരും നിരക്കുന്നില്ലേ? ഓടി വരില്ലേ? ലൈനായിട്ട് നിന്നാൽ ഞങ്ങൾക്കെല്ലാം കാണാമായിരുന്നു. റെഡി? ബ്ലൗസ് ഇല്ല. നമ്മൾ സംഘടിപ്പിച്ചത് സാബുവിന് ശരിക്കും ഇച്ചിരി അറിയാമെന്ന് തോന്നുന്നു. കൊണ്ട് പോകാൻ ഇവിടുന്ന് വഴിക്ക് പറ്റത്തില്ല. റെഡി? എല്ലാവരും റെഡിയാണോ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. കുഴപ്പമില്ല, എടുത്തോ. റെഡി? അജിത്ത് ഏകദേശം ആയി വരുന്നു. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അറിയുള്ളൂ. ഏത് സ്റ്റൈലാണ്? സാരി കൊടുത്താൽ ഏത് സ്റ്റൈലാണ് ഞങ്ങൾ സംഭവിച്ചത്? സജി ഫാസ്റ്റാണ്. സജി കൊടുക്കുന്നത് നോക്കിക്കേ. എന്തൊരു ഫാസ്റ്റാ. ഇത് എവിടെ കുത്തുന്ന അടിപൊളി സാരി റെഡി. റെഡിയായി കഴിഞ്ഞു. അജിത്ത് സാരി അമ്മച്ചി വരെ ഒരു സാരി കൊടുത്തു കഴിഞ്ഞു. ജോൺ വർഗീസ് ശരിക്കും പ്രയത്നിക്കുവാണ് ഒരു സാരി റെഡിയാക്കാൻ. ജോൺ വർഗീസ് നോക്കിക്കേ, മുമ്പ് കിട്ടുന്നില്ല. ഓവനാണെങ്കിൽ റെഡിയായി. മറാഠി സ്റ്റൈല് ഓരോ സ്റ്റൈലാണ്. റെഡിയായി. ശരി, സാബുന് ഒരു ശകലം 1 മിനിറ്റ് കൊടുക്കുക. സാബുന് റെഡി ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. ഒരു ചുറ്റ് ആടിവേലെ സാജിന് സാരി 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 കുത്തി വെക്കതേ. നിങ്ങൾ പറയുക ആർക്കാണ് മാർക്ക് കൊടുക്കണ്ടേ? ഫസ്റ്റ് സെക്കൻഡ്. ഹിമാലയ സ്റ്റൈലാണ്. ബംഗാളി സ്റ്റൈല്. സജി നല്ലതാ. സജി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സജി സുരേഷ്
നിങ്ങൾ ഈ ഓഹോ, ഇനി അതും വേണം. സാരി അവിടുന്ന് തുടങ്ങണം അവിടുന്ന് തുടങ്ങണം സിംഗിളായിട്ട് പറഞ്ഞ പോലെ ഒരു എല്ലാവരും ഒന്നിച്ചേ പറ്റുമോ സുരേഷ് വരുന്നു സുരേഷിന്റെ എനിക്കിത്ര അറിയും. കൂടെ വന്ന് ഒന്നിച്ച് നടക്കാൻ അങ്ങനെ സജഷൻ വന്നു എന്റെ വെറ്ററാഫിംഗ് ആണ് ഇതൊന്ന് എടുത്തോണേ വീഡിയോ ഒക്കെ എടുത്തോണേ എല്ലാം കിട്ടുന്നില്ലേ സുമേൻ സുരേഷും കൂടെ വരുന്നു എല്ലാവരും കൈയടിച്ച് ആടിയോടി നല്ല കപ്പിള ഇനി ജെസി നല്ല സൂപ്പറായിട്ട് ഇതോ നൂരാവോ ഇത്രയും കാണുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി വീണ ഷാളിടാനല്ലേ പറഞ്ഞേ സാരി കൊടുക്കട്ടെ അതിനകത്ത് അടിപൊളി ഏറ്റവും നല്ല ആയിട്ടുള്ള എന്റെ ഞാനിവിടെ ഒരു കവിത ചൊല്ലാനായിട്ട് പോകുന്നു. വൃദ്ധപാഠങ്ങൾ. അത് നമ്മൾ അഭിനയിക്കണമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വൃദ്ധരായാൽ വീഴാതെ നോക്കണം, വീറും വാശിയും വേണ്ടെന്നു വെക്കണം, വീരചരിതങ്ങൾ വിളമ്പാതിരിക്കണം, വീണ്ടു വിചാരങ്ങൾ എപ്പോഴും കാണണം, പിള്ളവാക്കുകൾ കൊള്ളയായി കാണണം, കള്ളനോട്ടങ്ങൾ കാണാതിരിക്കണം, നേര് ചൊല്ലുവാൻ കഴിയാതിരിക്കണം, നേർക്കാഴ്ചകൾ പറയാതെ നോക്കണം, കിട്ടുമാഹാരം സ്വാദിഷ്ടമാക്കണം, അണിയുമമ്പരം കേമമെന്നോർക്കണം, തെറ്റുകുറ്റങ്ങൾ കാണാതിരിക്കണം, കുറ്റകൃത്യങ്ങൾ ശരിയെന്ന് ചൊല്ലണം, പഴയ പാട്ടുകൾ പാടാതെ നോക്കണം, പുതിയ ഗാനങ്ങൾ മൂളാൻ പഠിക്കണം, ആരുമായും ചെങ്ങാത്തം കൂടണം, ഏത് കൈയും താങ്ങായി കരുതണം, ഏതിടത്തും ഉറങ്ങാൻ പഠിക്കണം, ഏതു നേരവും ഉണരാൻ കഴിയണം, മക്കൾ ചൊല്ലുന്ന കാര്യങ്ങൾ ചെയ്യണം, അവര് പറയുന്ന സ്വപ്നങ്ങൾ കാണണം, കണ്ണുണ്ടെങ്കിലും കാണാതെ നോക്കണം, കാതുണ്ടെങ്കിലും കേൾക്കാതെ നോക്കണം, നാവുണ്ടെങ്കിലും പറയാതെ നോക്കണം, ഓർമ്മയുണ്ടെങ്കിലും ഓർക്കാതെ നോക്കണം, വൃദ്ധരായാൽ വീഴാതെ നോക്കണം, വീണുപോയാൽ വീഴുമെന്ന് നോക്കണം. താങ്ക് യു. അജിത വീണയുടെ വായിക്കാം
പ്രിയയുടെ ഇവിടെ ഇനി ചൈനയുടെ ഫ്രണ്ടില് വേണുഗോപാൽ ഇത് തൊട്ട് ഫ്രണ്ടല്ലേ വരത്തുള്ളൂ കറക്റ്റല്ലേ ഇനി എത്ര പേര് 2 4 6 8 10 ഇവിടെ 2 4 6 8 9 ഉള്ളൂ അല്ല ഞാനിവിടെ പിടിക്കുക ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നു അല്ല അങ്ങോട്ട് മാറിക്കോ ഇച്ചിരൂടെ നീങ്ങി നിന്നോ ലൈനെ കസേര ആ കസേര മാറി എന്റെ ഫ്രണ്ട് പോയാൽ ഫ്രണ്ടിൽ എടുത്തില്ല ഫ്രണ്ട് സമ്മതിക്കത്തില്ല കാരണം ഇനി വാ. ജോൺ മോറിസ് ഇനി വാടാ. ഞാനൊരു സെന്റൻസ് ഇവിടെ ഫസ്റ്റ് കാണിക്കും ആദ്യമുള്ളവരെ കാണിക്കും അവളു അപ്പം ഓൾറെഡി മറിയം ഇത് സെന്റൻസ് അറിയാം അതുകൊണ്ടാണ് ജോൺ മോറിസ് നിർത്താത്തത് ഇടയ്ക്ക് എപ്പോഴും നിന്നു അവിടെ നിന്ന്. എല്ലാരും തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുക. അല്ലല്ല എല്ലാരും തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുക. എല്ലാരും അങ്ങോട്ട് നിൽക്കുക. ആദ്യത്തെ ആൾ മാത്രം പറഞ്ഞു കൊടുക്കുക. അവസാനം ഞാൻ പറയുന്നതായിരിക്കും ഏറ്റവും മോശം. ഇത് എന്റെ ആക്ഷനല്ല, നിങ്ങളെ ഇത് ഓരോ sentence ആണ്. sentence ഈ സെന്റൻസ് ഞാൻ ഫസ്റ്റ് നിൽക്കുന്ന ആൾ 2 പേർക്കും കൊടുക്കും കാണിക്കും അവരെ പുറകെ നിൽക്കുന്ന ആളെ തോണ്ടി വിളിച്ച് ആ സെന്റൻസ് ചെവിയിൽ പറയും വിസ്പർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഉറക്കെ ഉറക്കം പറയണ്ട. പറയരുത് ഉറക്കം പറഞ്ഞ ഇപ്പുറത്ത് കേൾക്കും ഒരു കാര്യം കൊണ്ട് ഒറ്റ പ്രാവശ്യമേ പറയത്തുള്ളൂ. ആ റിപ്പീറ്റ് ചെയ്തില്ല റിപ്പീറ്റ് ചെയ്താൽ പിന്നെ ആളെ ഉറക്കം പറയരുത് ചെവിയിൽ ഒറ്റ പ്രാവശ്യം. ലാസ്റ്റ് വരെ പാസ് ചെയ്യും ഫോൺ ആകാൻ വന്നു പാടില്ല ആ അങ്ങോട്ട് വരെ അതിന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക തോണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. ഞാൻ തോണ്ടി എനിക്ക് വിളിച്ചിട്ട് ഒരേ സമയത്ത് എനിക്ക് ഇരിക്കാൻ. ഓ, നമ്മുടെ രണ്ടുപേർക്കും 2 മെസ്സേജ് ആണോ? അല്ല ഒരൊറ്റ മെസ്സേജ്. ആയിരിക്കും. പാസ് ചെയ്യുക. നമുക്കറിയാം നമുക്ക് മനസ്സിലായ സായ ഇവിടെ സുമ പറഞ്ഞുതരും. അങ്ങനെ തോണ്ടിയിട്ട് അവൻ തിരിഞ്ഞിട്ട് ചെവി വെച്ചോണ്ട് കേക്ക് ഒറ്റ പ്രാവശ്യം. അല്ല ഇത് വോയിസ് ആയിട്ടാണ് അല്ല ആക്ഷൻ ഇല്ല. ആക്ഷനല്ല പറയുക ചൈനീസ് വിസ്പർ. ഈ ലാസ്റ്റ് പറയുന്ന ആളെ തെറ്റായിരിക്കും പറയുന്നത്. അപ്പം താഴെ ചെവി മാത്രം പറയും. വിസ്പർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അല്ലെ ഒറ്റ പ്രാവശ്യം ആ സെന്റൻസ് ആയിരിക്കും. ഒറ്റ പ്രാവശ്യം മറ്റേ ആൾക്ക് കേൾക്കാൻ രീതിയിൽ പറഞ്ഞു കൊടുക്കുക സംബന്ധിച്ചത് മലയാളം അറിയില്ല സംബന്ധിച്ച് പറയാൻ റെഡി റെഡി ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്തു തൃശ്ശൂരിൽ പറഞ്ഞു കൊടുക്കില്ലേ റെഡി 1 2 3 പറ fast മറ്റൊക്കെ കേൾക്കണം ചെവി കേൾക്കണം ഞങ്ങൾ പരദൂഷം പറയുന്നത് കേക്കടാ പറയുന്നേ സാജന കേക്ക് ഒരു മിനിറ്റ് പിന്നെ പാസ് ചെയ്തു എനിക്കറിയാവേ കഴിഞ്ഞു ഇത് സ്പീഡായിരുന്നു ഞങ്ങൾ റെഡിയാ. മൈക്ക് ഞാൻ പറയട്ടെ. കഴിഞ്ഞു അല്ല അപ്പൊ അവര് കേട്ട് പറയൂലേ. അല്ല കഴിഞ്ഞു അവര് പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ജെസി ജോണും വന്നു രണ്ടുപേരോട് മാറി ഇങ്ങോട്ട് നീങ്ങുന്നേ രണ്ടുപേരോട് നീങ്ങുന്നേ നിങ്ങൾ വിഷയം വായിക്കണോ? അതല്ലേ ഗ്രൂപ്പ് 1 തൃശ്ശൂർ കാണാൻ വെന്താലും വിശുദ്ധു അല്ലേ? തൃശ്ശൂര് ഒന്നുകൂടെ പറഞ്ഞ് മലയാളം അറിയത്തില്ല മലയാളം തൃശ്ശൂര് തൃശ്ശൂർ കാണാൻ വെന്താലും വിശുദ്ധു മലയാളം അറിയത്തില്ല കൃഷ്ണൻ പീലിവിടം എന്റെ ഉഴപ്പല്ല ഞാൻ കേട്ടത് തൃശ്ശൂരിൽ ആകെ മൈപ്പീലി
സെന്റൻസ് പറയാം. ഇനി കറക്റ്റ് ആയിട്ടുള്ളത് പറയും. ഇനി കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഹലോ 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 നീ കറക്റ്റ് ആയിട്ടുള്ളത് പറയും. കറക്റ്റ് സെന്റൻസ് ഞാൻ പറയാം. തൃശ്ശൂരിൽ ആന വെഞ്ചാമരം വീശുന്നു, മയിൽ പീലി വിടർത്തുന്നു. ഇത് ശരിക്കും ഒരു സെന്റൻസ് ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞത് ഇവരാണ്. ഞങ്ങളുടെ കൃഷ്ണൻ വീരി വിടർത്തുന്നു. കൃഷ്ണൻ ഏതാണ്ട് വിടർത്തുന്നു. ഇവര് പറഞ്ഞത് തൃശ്ശൂരിൽ ആന വെഞ്ചാമരം വീശുന്നു. അത്ര ഇവര് പറഞ്ഞു. ഇവരതും പറഞ്ഞു. ഇതിന്റെ ഒരു മോറൽ എന്ന് പറയുന്നത് നമ്മൾ പലരും പല സ്ഥലത്ത് നിന്നും ഓരോ കാര്യങ്ങൾ പറയും. പക്ഷെ രണ്ട് ചെവി മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ ആ സെന്റൻസ് ആയിരിക്കത്തില്ല കേൾക്കുന്നതും മറ്റൊരാളെ അറിയുന്നതും. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ലെസൺ ആയിട്ടാണ്. അങ്ങനെയാണ് ഇതിന് ഒരു ഗെയിമായിട്ട് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ്. ഗെയിമിന്റെ പേര് ചൈനീസ് നടക്കുന്ന കാര്യതാണ്. അല്ല കണ്ടോ സുജ കണ്ടോ? ഇല്ല അല്ല. കുഴപ്പമില്ല. ആ ഓക്കെ. അല്ല അത് കൊടുക്കും. കാണത്തില്ല. തുടങ്ങുവാ സുജ. ആ ഒന്ന് കറക്കിയേ. അങ്ങോട്ട് നേരെ ആക്കി വിടുന്നത്. ആ പോട്ടെ പോട്ടെ. ആ കുത്തിക്കോ. സുജ നമ്പർ എഴുതാൻ പോലും ഇല്ല, അതുപോലെ കറക്റ്റ് സെന്റർ. അടുത്തത് മറിയാമ്മ. കണ്ണാടി മാറ്റം. അതെ കണ്ണാടി മാറ്റം. തരികിടി ഒന്നും ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി. നേരെ പോട്ടെ. നേരെ മുന്നോട്ട് പോകും. അങ്ങനെ ഒന്ന് എനിക്ക് നീച്ച ശരി പോയി. ഇടത്തെ കൈ കൊണ്ടു. ആ കണ്ണാടി ഇരിക്കുക. ചുമ്മാ വെച്ചാൽ അറിയാമോ? 97. മത്തായി കുഞ്ഞാണ് നമ്മുടെ മീശ എവിടെ ഇരിക്കുന്നത്. ഒന്ന് നീ കണ്ടേക്കോളൂ. അടുത്താണ് 97. ഓടിയോ കണ്ണടച്ചോ. കണ്ണടച്ചോ. അത് കാണാം. കണ്ണടയ്ക്കുന്നു നോക്കിക്കോണം. കാണാം. ശ്വാസം വിടണേ. കണ്ണടച്ചോ. പെങ്ങളെ അധികം നോയിപ്പിക്കല്ലേ. അല്ലല്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് ആ പടത്തെ കാണില്ലേ, അതാവട്ടെ. അടുത്താണ് എന്നിട്ട് ഇവരുടെ എല്ലാം പേര് വെച്ച് ഫോട്ടോ എടുത്ത് മമ്മൂട്ടിക്ക് അയച്ചു കൊടുക്കണം. നിന്റെ മീശ
കറക്കിയില്ല. കറക്കിയില്ല, അയ്യോ. അവിടെ നേരെ പോകണം. അവിടെ അല്ല. ആ, ആ അവിടെ. വരച്ചോ, ധൈര്യം വേണ്ട. അങ്ങനെയാണ് വരച്ചോ. മതി. 73. 73. 73. അടുത്ത ആളോ 73 ഞാൻ ഇവിടെ കുഴപ്പമില്ല. എന്തോ കാണത്തില്ലല്ലോ. നേരെ സൈഡ് നിർത്തിയിട്ട് കറക്കിയില്ല. അവിടെ കൈ പിടിച്ച് നോക്ക്. അവിടെ തന്നെ. അല്ലല്ല, ആ പേപ്പർ കണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞങ്ങൾ വീശ വരയ്ക്കാനാ പറഞ്ഞു, താടി വരയ്ക്കാനാ പറഞ്ഞു. കണ്ണാടി ഉണ്ടോ? കണ്ണാടി കാണാം. കണ്ണടച്ചാ മതി. അതെ, കണ്ണടച്ചാ പിന്നെ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് കറക്റ്റ് ചെയ്ത്. ഒന്ന് കറ. പോട്ടെ, ഇങ്ങോട്ടും അല്ല, നേരെ പോട്ടെ. എന്ത് കറക്റ്റ് കണ്ണെഴുതി ഞങ്ങൾ പറയുന്നില്ലേ അറിയോ, കുറച്ചുകൂടി കോൺഫിഡൻസ് വരട്ടെ. അത് അടുത്ത പോരെ. കണ്ണടച്ച്. കറക്കിയില്ല. കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, എന്നാലും എല്ലാവർക്കും കൊടുത്ത എല്ലാവർക്കും കറക്കി വലിയ നേരെ. പോട്ടെ. വരച്ചു. അത് കണ്ണായിപ്പോയി. 44. കണ്ടേ, അതെ, എവിടെ വരച്ചെന്ന് കണ്ടേ. കണ്ണെഴുതി. കണ്ണടച്ചോ. മമ്മൂട്ടി പുതിയ ടെക്നോളജി അല്ലെങ്കിൽ നമ്മളവിടെ പേര് എഴുതാൻ പാടില്ല. ഒന്ന് കറക്കിയില്ല. കറങ്ങട്ടെ. ഓക്കെ. കറങ്ങട്ടെ. പെൻസിൽ തിരിച്ചു പിടി. അതെ. പോട്ടെ, നേരെ പോട്ടെ. ശരി, പോയി. ഇങ്ങോട്ട് ഇടത്തോട്ട്. അതെ. അവിടെ ഇച്ചിരി മേളോട്ട് പോട്ടെ. ഇച്ചിരി മേളോട്ട് പോ. അവിടെ. സുനിത കഴിഞ്ഞു. അധികം ചിരിക്കണ്ട, നമുക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു എന്നും ഉണ്ണിക്ക് കാണാമായിരുന്നോ? അത് കാണാമായിരുന്നു. കറക്റ്റ് മീശ വരച്ചു. എന്നും ഉണ്ണിക്ക് മീശ വരയ്ക്കുന്നേ. പക്ഷെ അത് കണ്ടതാട്ടോ, കെട്ട് ശരിയായില്ല. കാണാമായിരുന്നോ? അല്ല, വരച്ചു. ഇപ്പൊ നമ്മളെ മാറ്റേണ്ട അത് കെട്ട് ശരിയായില്ല, അതാണ്. കണ്ണടച്ചോണേന്ന് പറയുമ്പോ കണ്ണടയ്ക്കണം. പിന്നെ
പോട്ടെ പോട്ടെ 100 വരെ ആയി. പെൻസിൽ വെച്ച് ഒറ്റ കുത്തു കൊടുക്കാവോ? പെൻസിൽ തിരിച്ചു പിടിച്ചോ. ആ മുകളോട്ട് പോട്ടെ, മുകളോട്ട് പോട്ടെ. ആ റെഡി. അയ്യോ കാര്യങ്ങൾ അടുത്തോണ്ട്. ആ വെരി ഗുഡ്. ഇനിയും കഴിഞ്ഞു. എല്ലാം കണ്ട് റെഡിയാക്കി അത് കണ്ടോ, കാണാമായിരുന്നു. സാരിനെ കുത്താൻ പോയി. ആ എനിക്കൊരു ഇത്രയും പേരെ മുട്ടിച്ച് എനിക്കൊരു ബോധമുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഓ കറക്റ്റാണല്ലോ. ആ ഉച്ചയ്ക്കാന്നോടെ സിന്ദൂരം ഇടാനല്ല പറഞ്ഞേ. 16 സന്തോഷ് 16. ആ പൊട്ടോടാനല്ലേ പറഞ്ഞേ? പൊട്ടോടാനേ പറഞ്ഞു. ഇത് ഇവിടെ കൊണ്ടല്ലേ പൊട്ടിടുന്നത്. അടുത്ത ആള് സാധന. പേര് പറഞ്ഞിരിക്കും. ഞങ്ങൾക്ക് എല്ലാവരും കുശം പൊട്ടി ഹണി റോസിന് വോട്ട് കൊടുത്തേ. അത് മനഃപൂർവ്വം വെച്ചതാ. അതാ കണ്ടില്ലേ എന്ത് എന്ത് സ്പീഡിലാ വരുന്നത് നോക്കി. റെഡിയായി നോക്കി. സുനിത കണ്ടോ? റെഡിയായി. പുള്ളിയുടെ കെട്ട് ശരിയാണ്. ആ ശരിയാ. ആ ആ ആ അതൊന്നും പാടില്ല, അതൊന്നും പാടില്ല. ഇതൊന്ന് അനുഗ്രഹിക്കുവാണോ? ഹണി റോസിന് ഓ എന്ത് കറക്റ്റാ. ഓ ആ ഇനിയും ആ സിന്ദൂരം. അതാ സിന്ദൂരം. സിന്ദൂരം. ആ അത്ര പെർഫെക്റ്റ് ആയിട്ടാ. അല്ല മോളില അത് തലയിലൊരു തലയിൽ കിടക്കട്ടെ. ഇവിടെ ഉണ്ടൊരു പൊട്ട്. അടുത്ത ആള് വാ നീ അപ്പൊ സമയം നമുക്ക്. അതെ എന്തായാലും ഒരു താല്പര്യമില്ലാത്ത അണിറോസാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. പോട്ടെ നേരെ പോട്ടെ. ആ അല്ല അങ്ങനൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. അത് ഇതൊരു ഫണ്ണി ഗെയിം അല്ലേ. ആ ആ ആ ആ ആ 54. ആ അല്ല 5-4. ആ 54. കുഴപ്പമില്ല കേട്ടോ. ഏതാണ്ട് അതാ ഒരു അനക്കമില്ല. ഈ ഹണി റോസിനൊരു ബ്യൂട്ടി സ്പോട്ട് വരച്ചാൽ പോയിട്ട് കിട്ടും. അത് അവളോട് ചോദിച്ചു നോക്കണം എന്തോ കിട്ടുമെന്ന്. ആ വരച്ചോ പോട്ടെ. അതന്നെ അതന്നെ അതന്നെ. അയ്യോ അയ്യോ 66. അത്തായിക്കുട്ടി 66. മൂക്കല്ല കേട്ടോ, മൂക്കൂത്തി. സുരേഷ് സുരേഷ് കറക്റ്റായിട്ട് കുത്തുന്നു. സുരേഷ് വിചാറും. ശരിക്കും ചുറ്റിക്കാണേ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ നേരെ പോരട്ടെ. ആ ആ ആ വരച്ചോ. ആയി വാ. എത്ര? 44. താഴെ അല്ല 44. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 40. കുറച്ച് സ്ഥലം ഉണ്ടോ ഇനി? ആ ഉണ്ടുണ്ട്. സജി പോയോ? സജി മതി മതി. അയ്യോ അല്ലേ തന്നെ കണ്ടു കാണാൻ പറ്റില്ല.
ജോർജ് ജോഷി. തിരിയണോ അല്ലേ? എന്താണ് എല്ലാവരും വരും. പിന്നെ എവിടെങ്കിലും തൊടിയിക്കണേ. ആ പോട്ടെ പോട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ. എത്തിയോ? ആ ആ ആ ഇതാണല്ലേ? ആ. ഓ 45 ഏതാണ്ട് നിയറസ്റ്റ് ആണ് കേട്ടോ. ആണ് അത്. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും. ഓ, താങ്ക് യു. ഇതായിരുന്നോ പണി? ഞാൻ നിന്നോട് പറയാല്ലേ മറുപടി. കുട്ടിക്ക് തോന്നുന്നു. മിസ്റ്റർ ജോർജ് കോശി. എവിടെ വന്നാലും പോകുന്ന ആളാ. ഷൈലയുടെ ചിരിയുണ്ട്, ഷൈലയുടെ ചിരിയുണ്ട്. ആ ഒന്ന് പ്രോത്സാഹനമില്ലേ? അയ്യോ. സാബുവിനെ നിങ്ങളോട് ആരെങ്കിലും വിളിച്ച് സാബുവിനെ കണ്ടേ? ആ, ഇനി correct ആ. അതില്ല, കയ്യൊന്നും പെൻസിൽ തിരിച്ചു. കുറച്ച് മുന്നിലോട്ട്. ആ ആ വരച്ചോ. ആ കുഴപ്പമില്ല, ആ വരച്ചോ. ആ ആ ആ 72 ജോർജ് കോശി 72. ഇനി ആ സജി ഞാനും വേണോ? ആ സജി. ഇനിയുണ്ടോ? അവര് പോകുമോ? അപ്പൊ ഇനിയെന്തോ പ്രിയ? എന്തോ? ആ, കഴിച്ചിട്ടാണോ നിങ്ങളെ? അതെ, ശ്വാസം വിടണേ. ആ ആ ആ പോട്ടെ 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 ഇനി ആരാ സാബുവിനെ കണ്ടിടുന്നു? പോട്ടെ. വലിയ പാടാ. വലിയ പാടാ. ആ വരച്ചോ, ഇഷ്ടമുള്ളിടത്തങ്ങ് വരച്ചോ. കറക്റ്റ് ആയിരിക്കും. ആ വരച്ചോ വരച്ചോ. ആ വരച്ചു. ഏതാണ്ട് കറക്റ്റാ കേട്ടോ. 36. ആ ഇപ്പൊ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 45-ഉം 36. അതല്ല ഇവന്റെ കേട്ടോ. എന്തേലും ഇന്നാ പിടിച്ചേ. സാധനം എടുത്തോളാം. ഓണല്ലേ? നിന്നോട് ഞാൻ എന്തോ ഇത് ഹണി റോസ് ആണെന്ന് 2 ദിവസം അവിടെ മുമ്പ് അവിടെ കിടക്കുന്നതാണ്. ഇവിടെ ആ, ഒന്ന് കൈയടിച്ച്. അത് ആ, correct. എവിടെ? നേരത്തെ ഏതോ ജ്വല്ലറി കാതു കുത്താൻ നിന്നാളാ. അവിടെ സാബു, സാബു, സാബു. സാവൂന് സാബുവിനെ പഠിച്ചതാണ്. സാവു താഴെ ഇരുന്നോ. എന്റെ നമ്പര് നമ്പർ ഇല്ല. 35. നമ്പർ അപ്പുറം ഔട്ട് ഓഫ്. 0. അല്ല 50 ഔട്ടാ. 50. പുറത്താ. അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. തിരി. ഇനി തിരിഞ്ഞേ. ഇനി തിരിഞ്ഞേ. കാണാം. അത് മാറ്റാം. അതൊന്നും ഓർത്ത് വിഷമിക്കണം. കേറണ്ട അവിടെ നിന്ന്. ഭയങ്കര സത്യസന്ധതയാ കേട്ടോ. ഭയങ്കര സത്യസന്ധതയാ പുള്ളി. കാണുന്നില്ലല്ലോ. കാണോ? കാണാം. കാണോ? ഒരു കറക്കം. അല്ല ഇനി 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 ഇല്ല ഇച്ചിരി മേപ്പോട്ട് പിടിച്ചിട്ടെ. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. സാരം പറഞ്ഞു കേട്ടോ, വിശ്വസിക്കാനൊക്കെ പറ്റില്ല. അല്ല സാബുവിന്റെ height ല് താത്തി കുത്തണേ. ഇവിടെ ഇറങ്ങി. ആ ഇനി പോയേ. ആ പോട്ടെ. ആ കാണാൻ വയ്യ, കാണാൻ വയ്യ. അതറിയാൻ വേണ്ടിയായിരുന്നു. അത് നീ അവിടെ കൊണ്ട് നിർത്തണം. ആ, പോട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ. തലമോളി മുട്ടരുത്. ആ വരച്ചോ വരച്ചോ വരച്ചോ. കൂടുതൽ തപ്പണ്ട. എവിടെ? ഓ പുള്ളി അളവ് എടുക്കുന്നത് കേട്ടോ. ഓ ആ പാടെ തന്നെ കുത്തി. സമാധാനം.
രണ്ടുപേര് നിയറസ്റ്റ് വന്നിട്ടുണ്ട്. പാടെ തന്നെ കുത്തി. സുനിൽ എന്ന് പറഞ്ഞത് 36 and 34. അല്ല 45 36 ആണ് നിയറസ്റ്റ് വന്നിരിക്കുന്നത്. 45 Adit 45 ആ. and 36 Saji. ആ ആ Saji ആണ് ഫസ്റ്റ്. സജി റോൾസ് റോയ്സ് ആണോ? ഓ ഇത് തിരിച്ചു പോകുന്ന റോൾസ് റോയ്സ് ആയിരിക്കും. മറ്റേ വണ്ടി